Hey all, welcome to another video. So this is going to be a day in my life and ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ടാണ് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ഫുഡ്സ് ഉണ്ടാക്കുക തിന്നുക എന്നാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഹോബി എന്ന് പറയുന്നത്. അപ്പം അത് കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ 10th തുടങ്ങിക്കഴിഞ്ഞിട്ട് അധികം സിനിമ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ അധികം സിനിമ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു തീർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഇപ്പോൾ പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ്. ആൻഡ് ആൾസോ എപ്പോഴും തന്നെ നമുക്ക് മൊബൈൽ നോക്കിയിരിക്കാനും പറ്റില്ലല്ലോ. ആൻഡ് ഞാൻ കഴിച്ച പാൻ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമെന്ന് വിചാരിക്കരുത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ആൻഡ് കുറേ നാളെ അതിൻ്റെ കബോർഡൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു കബോർഡ് ക്ലീൻ ചെയ്യാൻ പോയി. ഇതിനകത്ത് മൊത്തത്തിൽ ഓൾഡ് ബുക്സും പിന്നെ പഴയ ക്ലോത്ത്സൊക്കെ ഇട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ അട്ടിക്കുറ്റ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷെൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പഴയ പേപ്പേഴ്സും ഫോട്ടോ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എടുത്തിട്ട് എൻ്റെ കബോർഡിൽ എറിയുന്നൊരു സ്വഭാവം ഉള്ളൊരു കുട്ടിയായതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വേസ്റ്റും എൻ്റെ കബോർഡിൽ തന്നെ കാണും. അത് വേറെ എവിടെയും പോകത്തില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ടോയ്സും പാവക്കുട്ടീസിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ആൻഡ് അവസാനം ഈ ഒരു കപ്പോടൊക്കെ ഞാൻ വൃത്തിയാക്കി. ആൻഡ് ഇപ്പോൾ കാണാൻ കുറച്ച് ചന്തൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പം കാണുമ്പോൾ ഒരു നെസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു കപ്പോർഡാണ്. അതിൻ്റെ അകത്ത് മൊത്തത്തിൽ എൻ്റെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതൊക്കെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തു ഗൈസ്. ബാക്കി ക്ലോത്ത്സൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. ആൾസോ ഞാൻ ഇട്ടിട്ടുള്ളത് വേറെ കിടപ്പുണ്ട്. അതൊന്നും മടക്കം വയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കാണുമ്പോൾ എനിക്ക് നല്ല രസം തോന്നുന്നു. ബിക്കോസ് ഞാൻ വൃത്തിയാക്കില്ലേ ഫൈനലി. പിന്നെ നമ്മൾ എപ്പോഴും മൊബൈലും ഒക്കെ കാണുന്നതിന് പകരം ഞാൻ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഈ കളറിൻ്റെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അടുത്തത് നല്ല വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോയി. പിന്നെ ഞാൻ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് പേപ്പേഴ്സിലൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തു. അതായത് ഞാൻ ഇങ്ങനെ ഒരു വാൾ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പിൻട്രസ്റ്റിലും ഗൂഗിളിലും കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നല്ല നല്ല കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആക്ച്വലി എൻ്റെ ഏതോ ഒരു ഡെസ്ക് ഡെക്കോർ എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഇങ്ങനെ വാളിൽ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ റൂം ഒന്ന് ഡെക്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാളിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പം ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഹിൽ ക്ലൈംബ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചു. ആൻഡ് ഇപ്പം ഞാൻ എൻ്റെ എക്സാംസിൻ്റെ റിവ്യൂസ് പറയാം. ഇത് ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഞാൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ആൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷിലെ ഗ്രാമറിൽ എനിക്ക് 2 മാർക്ക് പോകുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല മാർക്ക് കിട്ടുമെന്ന്. ആൻഡ് ആൾസോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സയൻസാണ്. സയൻസിൻ്റെ പേപ്പർ എനിക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നി. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എഴുതുന്നതെല്ലാം എഴുതിയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ എസിസ്റ്റൻ്റ് എക്സാം ആയിരുന്നു. എസിസ്റ്റ് വാസ് നൈസ്. പക്ഷേ MCQസിന് കുറച്ച് ഹാർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എൻസെൽത്തെ ഫോളോയിങ് അത് ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നല്ലതായിരുന്നു. കേസും നല്ലതായിരുന്നു. പിന്നെ ആണെങ്കിൽ മാപ്പും നല്ലതായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഹിന്ദി ആയിരുന്നു. ഹിന്ദി ഞാൻ ഇപ്പോഴും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പേപ്പർ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാത്സ് എന്നിട്ട് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് എനിക്കിടെ പേപ്പറിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഹാർഡ്നെസ്സാണ് ഞാൻ പറയുന്നത്. ആൻഡ് അതുകൊണ്ട് എനിക്ക് മാത്സ് പിന്നെ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഹാർഡ്നെസ് തോന്നി. അതുകൊണ്ട് AI വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഒന്നും. അപ്പം AI വന്നിട്ട് നല്ല പേപ്പറായിരുന്നു. MCQസിൽ എനിക്ക് 2 മാർക്ക് പോവും. പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. മേ ബി ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നിട്ട് FI സ്കോർ എനിക്ക് ഫോർമുലയൊക്കെ അറിയുന്നു. പക്ഷേ അവസാനം അതിന് എനിക്ക് ഭ്രാന്ത് പിടിച്ചു ഗൈസ്. അപ്പം ഞാൻ എന്തൊക്കെയോ എഴുതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി കറക്റ്റ്. അപ്പം അത്രയും ഉണ്ടായിരുന്നു പിന്നെ എക്സാംസിൻ്റെ ഓവറോൾ റിവ്യൂ. അങ്ങനെ നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ടെൻഷൻ അടിച്ചില്ലെങ്കിൽ നമ്മുടെ മാർക്ക് എന്താ വരേണ്ടതെന്ന് വെച്ചാൽ വരും. സോ നിങ്ങൾ വെക്കേഷൻ നല്ലതായിട്ട് യൂസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക. ആൻഡ് ആൾസോ എൻജോയ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും ഫേവറേറ്റ് റിവ്യൂ ദാറ്റ് ഈസ് നമുക്കിവിടെ നിന്ന് മെട്രോ സ്റ്റേഷൻ കാണാൻ പറ്റും. ആക്ച്വലി എപ്പോഴും ഇങ്ങനെ ട്രെയിൻ വന്നു പോയി നിൽക്കുമ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല
നല്ലൊരു ഫീലിംഗ് ആണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഈസ് എ ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വലി വെക്കേഷൻ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആൻഡ് ഓൾസോ ഇപ്പം കുറേയും കൂടെ മൂവീസൊക്കെ കാണുന്ന ഒരു രീതിയിലാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ബൈ.